സാഹചര്യങ്ങളോട് പടവെട്ടി പഠനം പൂർത്തിയാക്കിയവർ, ഇടയ്ക്ക് ഒഴിഞ്ഞുപോയവർ, ജീവിക്കാനായി പല തൊഴിൽ മേഖലകളിൽ ഇറങ്ങിയവർ, നീണ്ട 57 വർഷങ്ങൾക്ക് ശേഷം ഒരു ഒത്തുചേരൽ. പഠിച്ച് രണ്ടാമത് സെക്കൻഡ് ടൈമിൽ എഴുതാൻ വന്നപ്പോൾ പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരുമെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞു. പക്ഷെ ഇവന്ന് അത് ശ്രദ്ധിച്ചില്ല. പക്ഷെ ഞാൻ അവിടെ പോയി അത് ഞാനൊരു കടലാസിൽ എഴുതിക്കൊണ്ടുപോയി, ഒരു ചെറിയ കടലാസിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇത് എഴുതി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മെല്ലെ എഴുതിയതിന് ശേഷം ഇവന് പാസ് ചെയ്യണം. ഇവൻ എൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്, ഇരിപ്പ് ഇവൻ്റെ സീറ്റ്. അപ്പോൾ എനിക്കിത് കൊടുക്കാൻ നിവൃത്തിയില്ല. ചാലി സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് സൂപ്പർവൈസർ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഞങ്ങൾ എക്സാം എഴുതുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇത് താഴെ ഇട്ടിട്ട് കാലുകൊണ്ട് മെല്ലെ നീക്കിക്കൊടുത്തു. അപ്പോൾ എന്നേക്കാൾ ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ഇയാളെ കാലിന് കുറച്ചും കൂടി നീളം കൂടുതലിട്ട് ഇയാൾ മെല്ലെ കാലിന് നീക്കി മെല്ലെ എടുത്ത്. അപ്പോഴത്തേക്കും ചാലി സാർ അത് അവിടെ നിന്ന് കണ്ടു. അദ്ദേഹം വേഗം വന്ന് ഇയാളെ, അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ രണ്ടാളും പെട്ടു. ഇദ്ദേഹത്തിൻ്റെ കാല് മെല്ലെ പിടിച്ച് പൊന്തിച്ചിട്ട് ആ ഷീട്ട് എടുത്തുകൊണ്ട് പോയി. മീനങ്ങാടി ഗവൺമെൻറ് ഹൈസ്കൂളിലെ 1967-68 SSLC ബാച്ചിലുണ്ടായിരുന്നവരാണ് എല്ലാവരും. രാജേന്ദ്രൻ, ബാലകൃഷ്ണൻ, OV ജോർജ്, മുഹമ്മദ് അലി തുടങ്ങിയവരാണ് പുനഃസമാഗമത്തിൽ മുൻകൈയെടുത്തത്. ഞങ്ങളന്ന് ആ കാലത്ത് മൊബൈലോ അല്ലെ ബാക്കിയുള്ള സാധനങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലത്ത് ജീവിച്ച ഞങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് ഞങ്ങളിൽ ചിലരുടെ പ്രയത്നമാണ്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മ ഏതാണ്ട് ആ 4 വർഷക്കാലം 68 മുതൽ ഒരു 70 വരെയുള്ള കാലഘട്ടത്തിൽ ആ കൂട്ടായ്മ ഒരു വലിയ കൂട്ടായ്മയാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പ്രായം 75-നടുത്തായെങ്കിലും പഴയ കൂട്ടുകാരെ കണ്ടതോടെ എല്ലാവരും ചെറുപ്പമായി. സൗഹൃദത്തിന്റെ സന്ദേശമാണ് ഇവർക്ക് പുതുതലമുറയ്ക്കായി പങ്കുവയ്ക്കാനുള്ളത്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹമേ മനോഹരമേ, അതു ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. മാതൃഭൂമി ന്യൂസ്, വയനാട്. ദൈവത്തിൻ സ്നേഹം.